പ്രധാനമന്ത്രിയുടെ സ്വർണ്ണ ഡീസൽ ഉപയോഗം കുറക്കാനുള്ള ആഹ്വാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് 10, 2026 ഞായറാഴ്ച ഹൈദരാബാദിൽ നടന്ന പരിപാടിയിൽ രാജ്യത്തോട് പ്രത്യേക ആഹ്വാനം നടത്തി. ഇറാൻ-US പോരാട്ടം മൂലം ക്രൂഡ് ഓയിൽ വില $100 മുകളിൽ ഉയർന്നതോടെ വിദേശനാണ്യ ശേഖരം സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള നടപടികളാണ് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചത്. ബുക്കർമാൻ ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക, ഡിജിറ്റൽ പ്രസന്റർ. സ്വർണം വാങ്ങൽ 1 വർഷത്തേക്ക് മാറ്റിവെക്കുക. വിവാഹങ്ങൾ ഉൾപ്പെടെയുള്ള അനാവശ്യ സ്വർണ്ണ വാങ്ങലുകൾ ഒഴിവാക്കുക. ഇത് വിദേശനാണ്യ ശേഖരത്തിന് വലിയ ഭാരമാണ്. പെട്രോൾ ഡീസൽ ഉപയോഗം കുറയ്ക്കുക. മെട്രോ, പൊതുഗതാഗതം, കാർപൂളിംഗ്, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുക. ചരക്ക് ഗതാഗതം റെയിൽവേയിലേക്ക് മാറ്റുക. അനാവശ്യ വിദേശയാത്രകൾ മാറ്റിവെക്കുക. 1 വർഷത്തേക്ക് ലക്ഷ്യവിവാഹങ്ങൾ ഉൾപ്പെടെ. മറ്റ് നിർദ്ദേശങ്ങൾ: വർക്ക് ഫ്രം ഹോം പ്രോത്സാഹിപ്പിക്കുക. രാസവളങ്ങൾ കുറയ്ക്കുക. പ്രകൃതി കൃഷി, പാചക എണ്ണ ഉപയോഗം കുറയ്ക്കുക. മാർക്കറ്റ് പ്രതികരണം. ആഹ്വാനത്തിന്റെ അടുത്ത ദിവസം മെയ് 11 ജ്വല്ലറി ഓഹരികൾ ശക്തമായ ഇടിവ് നേരിട്ടു. സ്കൈ ഗോൾഡ് 10-12% വരെ തകർച്ച. സെങ്കോ ഗോൾഡ് 8-11% ഇടിവ്. കല്യാൺ ജുവലേഴ്സ് ഏകദേശം 9-10%. ടൈറ്റൻ കമ്പനി 6-8% നഷ്ടം. മറ്റ് ജ്വല്ലറി കമ്പനികളും 5-9% താഴ്ന്നു. ഇത് ഹ്രസ്വകാലത്തേക്ക് ജ്വല്ലറി വ്യവസായത്തിൽ ഡിമാൻഡ് മന്ദഗതിയിലാക്കുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ദീർഘകാലത്തേക്ക് സ്വർണത്തോടുള്ള ഇന്ത്യൻ ഉപഭോക്തൃ മനോഭാവം മാറില്ലെന്നാണ് വിപണി വിദഗ്ധരുടെ അഭിപ്രായം. ഇന്ത്യ ക്രൂഡ് ഓയിലിന്റെ 88% ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. ഹോർമൂസ് തടസ്സങ്ങളും ഓയിൽ വില ഉയർച്ചയും കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ആഹ്വാനം. സ്വർണ്ണ ഇറക്കുമതി മാത്രം FY26 ഏകദേശം $72 ബില്യൺ ആയിരുന്നു. ഈ നടപടികൾ ദേശീയ താൽപര്യത്തിന് വേണ്ടിയുള്ള ഉത്തരവാദിത്ത ബോധത്തോടെയുള്ള ക്രൈസിസ് മാനേജ്മെന്റ് ആണെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. ബിസിനസ് ന്യൂസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കുറിക്കുക. ഞാൻ ദേവിക, ഡിജിറ്റൽ പ്രസന്റർ, ബുക്കർമാൻ ബിസിനസ് ന്യൂസ്. വീണ്ടും നാളെ രാവിലെ 7:30 കാണാം. ഹാവ് എ ഗ്രേറ്റ് ഡേ.